രാവിലെ എന്തിനാ മെഡിക്കൽ സ്റ്റോറും കാണിച്ച് നിൽക്കുന്നല്ലേ പറയാം. രാവിലെ നമ്മൾ എണീറ്റ് നേരെ നമ്മൾ ഓട്ടത്തിൽ പോകുന്നു ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അമ്മ രാവിലെ കൊണ്ട് ഹോസ്പിറ്റലിൽ വിടണമെന്ന്. ശരി, നമുക്ക് അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മയെ നേരെ പിക്ക് ചെയ്തു. അമ്മ നേരെ അമ്മേരെ വീട്ടിൽ നിന്ന് എടുത്തു, എൻ്റെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവിട്ടു. നമ്മൾ നേരെ അടുത്ത് നേരെ ഓട്ടത്തിൽ പോകുന്നു പറഞ്ഞിട്ട് നേരെ നമ്മൾ ഇറങ്ങി നേരെ പെട്രോൾ പമ്പിലേക്ക് പോയി ഒരു 2 കട്ട പെട്രോളും കയറ്റി. 2 നോക്കിയപ്പോൾ 3 കട്ട കയറി അടിച്ച് നമ്മൾ ഓരോരോ ഓട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്തു. ചുമയ്ക്കാൻ വന്ന പേടിക്കേണ്ട. അപ്പോൾ നമുക്ക് രാവിലെ തൊട്ട് ഭയങ്കര ചുമയാണ്. ഇപ്പോഴും ചുമ മാറിയിട്ടൊന്നുമില്ല, പിന്നെ കഫക്കെട്ടും നന്നായിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് നോക്കാൻ എത്ര ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. നമ്മളിന്ന് MLA അവിടെയൊക്കെ പോയി കേട്ടോ, മുൻരാജിൻ്റെ അവിടെയൊക്കെ പോയി സാധനങ്ങളൊക്കെ കൊടുത്ത് നേരെ നമ്മൾ ഓരോരോ ഓർഡർ ഫിനിഷ് ചെയ്ത് ലാസ്റ്റ് മനുഷ്യൻ മടുത്തു, ചെയ്യാൻ വയ്യ, ഇനി അത്രേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നേരെ വണ്ടി ഒതുക്കി നേരെ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി 2 ഗുളികയും മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു വിചാരിച്ചു. എൻ്റെ കൂട്ടുകാരൻ വിളിച്ചു വാച്ചിരിപ്പം എടുത്തുകൊണ്ട് പോകാൻ. നേരെ എൻ്റെ ഒറ്റ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയി. ഇവരുണ്ട് റോബിൻ, എൻ്റെ ഒറ്റ സുഹൃത്ത്. നേരെ അങ്ങോട്ട് പോയി അവരുടെ സാധനം പൊക്കി നേരെ നമ്മൾ വീട്ടിലേക്ക് വന്നു. എൻ്റെ വാച്ചൊക്കെ കുത്തിയിട്ട് കുറച്ച് നേരം കാർട്ടൂണൊക്കെ അതിനെ കണ്ടിട്ട് അമ്മേരെ വിളി വന്ന് പിക്കും ചെയ്യണം, ഒന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനും ഉണ്ട്. നേരെ നമ്മൾ അങ്ങോട്ട് പോയി അമ്മേരെ അടുത്ത് പോയി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി ഉറക്കം വെച്ച് എനിക്ക് തുമ്മലൊക്കെ കൊണ്ടാണ് എഴുന്നേക്കുന്നത്, ഓൾറെഡി വയ്യ. ഹോസ്പിറ്റലിലെത്തി, രാവിലെ വിട്ട സെയിം സ്ഥലം. ഇവിടെ വന്ന് നേരെ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്തു. സർട്ടിഫിക്കറ്റ് പേപ്പേഴ്സ് എന്തൊക്കെ നമുക്ക് കൊടുത്തു. നേരെ അമ്മയെ പിന്നെയും പിക്ക് ചെയ്തു. അവിടെ തന്നെ പിക്ക് ചെയ്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. ഇനി ഇത്രയൊന്നും പരിപാടിയേ ഉള്ളൂ. ഇന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോകണം. നമുക്ക് നാളത്തെ വീഡിയോ കാണാം. അതുവരെ ബൈ.